സോ ഷിയു ഇവന് നിങ്ങളെക്കാട്ടിലും ബെറ്റർ യാങ് തന്നെയാണ്. പുള്ളി എന്തൊക്കെ കാര്യങ്ങളാ ഷോയ്ക്ക് വേണ്ടി ചെയ്യുന്നത്, അങ്കിൾ അവിടെ ഇരുന്നോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോൾ ഷിയാനും അത് കണ്ട് ദേഷ്യം വന്ന് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങുന്നു. എന്നിട്ട് നേരെ ഷോയുടെ അപ്പാർട്ട്മെന്റിലേക്കാണ് വരുന്നത്. ഇവളും അപ്പോഴേക്കും തിരിച്ച് റൂമിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവള് ഉറങ്ങിയിട്ടൊന്നുമില്ല. കാരണം ഇവൾക്ക് ഇപ്പോ ഏതാണ്ട് നല്ല പനി പോലെ ഫീൽ ആവുകയാണ്. ഷിയാനും വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല, ഇതിൽ തന്നെ ഇരിക്കാണ്. തിരിച്ചു പോവാനും തോന്നുന്നില്ല. ഷോയിയെ കാണാനായിട്ട് അകത്തേക്ക് പോവാനും അവനാവുന്നില്ല. എന്നാൽ അപ്പോഴേക്കും ഷോയി ഇവൾക്ക് നല്ല പനിയായിട്ട് ഡ്രസ്സൊക്കെ മാറ്റി ഹോസ്പിറ്റലിൽ പോവാനായിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നു. ടാക്സി ബുക്ക് ചെയ്തിട്ട് അവൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോ ഷിയാനും പെട്ടെന്ന് ഇവളെ കണ്ട് ഇവളെ ഈ പാതിരാത്രി എങ്ങോട്ടായി പോകുന്നത് എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ ഷോയി ഇവനെ കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോ ഇവള് മുന്നോട്ട് നടക്കാൻ തുടങ്ങുമ്പോഴേക്കും ഷിയാൻ ഇവളെ പുറകിന്ന് വിളിക്കുന്നു. ഇവള് തിരിഞ്ഞു നോക്കുന്നു. പക്ഷേ ഒരു വണ്ടി മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഇവൾക്ക് ക്ലിയർ ആവുന്നില്ല. സോ ഇവള് ചിന്തിക്കുന്നത് തനിക്ക് തോന്നിയതായിരിക്കും എന്നാണ്. അതുകൊണ്ട് തന്നെ ഇവള് വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങുമ്പോഴേക്കും ആ ഒരു വിളി വീണ്ടും ഇവളെ കേൾക്കുന്നു. സോ ഇവള് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോ ഷിയാൻ പുറത്തിറങ്ങി നിൽക്കാണ്. ഇവനെ പെട്ടെന്ന് അവിടെ കണ്ട് ഇവള് നല്ലോണം ഷോക്കാവുന്നു. ഇവരെ കുറച്ച് അധിക സമയം തന്നെ പരസ്പരം നോക്കി നിൽക്കാണ്. അപ്പോ ഷിയാൻ ഇവളോട് നീ എവിടെ പോവാ എന്ന് ചോദിക്കുമ്പോ ഇവള് എനിക്ക് വയ്യ, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ് എന്ന് പറയുന്നു. അപ്പോ ഷിയാൻ ഇവളോട് കാറിൽ കയറാനായിട്ട് പറയുന്നു. ഇവളും നോ എന്നും പറയുന്നില്ല. സോ ഇവരിപ്പോ ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴെല്ലാം തന്നെ ഇവളുടെ ചിന്ത ഷിയാൻ അവിടെ എന്ത് ചെയ്യുകയായിരുന്നു, എന്നെ കാണാൻ വേണ്ടിട്ട് വന്നതാണോ, ഇതെന്തായാലും യാദൃശികമായിട്ട് സംഭവിച്ചതൊന്നും അല്ല എന്നൊക്കെയാണ്. പക്ഷെ ഇവൾക്ക് അതിനെപ്പറ്റി ഇവനോട് ഒന്നും ചോദിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഇവർ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് നിലനിൽക്കുകയാണല്ലോ. സോ ഇവള് ആ ഒരു വിഷമത്തില് കരഞ്ഞു പോവാണ്. ഷിയാൻ അത് ശ്രദ്ധിച്ചിട്ട് ഇവൾക്ക് വയ്യാത്തത് കൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ടാവണം ടിഷ്യൂ എടുത്ത് കൊടുക്കുന്നു. അതും കൂടെയൊക്കെ ആവുമ്പോ ഇവള് വളരെ സൈലന്റ് ആയിട്ട് പൊട്ടിക്കരയാണ്. കാരണം ഇവര് ഇപ്പോ ഭയങ്കര അന്യരെ പോലെ ആണല്ലോ പരസ്പരം പെരുമാറുന്നതും അടുത്ത് ഇരിക്കുന്നതും ഒക്കെ തന്നെ. അതിനുശേഷം ഇവര് ഹോസ്പിറ്റലിലെത്തി ഇപ്പോ ഷോയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തോണ്ടിരിക്കുകയാണ്. ഇവൾക്ക് സൂചി പേടിയാണ് എന്ന് മനസ്സിലാക്കി ഷിയാൻ തന്നെ ഇവളുടെ കണ്ണ് മറയ്ക്കുന്നു. അതിനുശേഷം അവൻ പോകുമ്പോ ഇവള് ഏങ്ങിക്കരയാണ്. അപ്പൊ ആ നേഴ്സ് അത് കണ്ട് നിങ്ങൾ ഇത്രയും വലുതായില്ലേ, കുറച്ച് ബ്ലഡ് എടുത്തതിനാണോ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അവർക്കറിയില്ലല്ലോ യഥാർത്ഥ റീസൺ. അതിനുശേഷം ഇവര് രണ്ടുപേരും റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ഷിയാൻ നീ ഇപ്പൊ എന്തിനാ കരഞ്ഞത് എന്ന് ചോദിക്കുമ്പോ ഇവള് ഞാൻ കരഞ്ഞൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് മനസ്സില് അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചില്ലായിരുന്നെങ്കില് ഇപ്പോ സ്റ്റാർസിനെയൊക്കെ കണ്ട് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്നാണ്. അതോർത്താല് ഞാൻ എങ്ങനെയാ കരയാതിരിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ട് ഇവനോട് പറയുന്നത് അല്ല ഈ സമയത്ത് ഹോസ്പിറ്റലിലായി പോയല്ലോ അതുകൊണ്ട് കരഞ്ഞതാണ് എന്ന് പറയുമ്പോ ഷിയാൻ അതെ, അല്ലായിരുന്നെങ്കിൽ നീ ഇപ്പോ എന്റെ വീട്ടിലുണ്ടായിരുന്നാനെ അല്ലേ എന്ന് ചോദിക്കുമ്പോ ഇവള് വളരെ ഷോക്കായി പോവാണ്. ഞാൻ മനസ്സിൽ വിചാരിച്ചത് കറക്റ്റായിട്ട് ഷിയാൻ എങ്ങനെ മനസ്സിലാക്കിയത്, അതോ ഞാൻ ഇനി തെറ്റി കേട്ടതാണോ, ഷിയാൻ ഇപ്പോ എന്തിനാ ഇങ്ങനെ പറഞ്ഞത് എന്നൊന്നും ഇവൾക്ക് മനസ്സിലാവുന്നില്ല. 1000 ചിന്തകൾ ഇവളുടെ മൈൻഡിലൂടെ കടന്നു പോവുകയാണ്. അപ്പോ ഷിയാൻ വീണ്ടും ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോ ഇവൾക്ക് മനസ്സിലായി അവൻ അത് തന്നെയാണ് പറഞ്ഞത് എന്ന്. അതുകൊണ്ട് തന്നെ മടിച്ചു നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് വളരെ സങ്കടത്തിൽ പറയുന്നു. അപ്പോഴേക്കും ഇവളുടെ ടെസ്റ്റ് റിപ്പോർട്ട് മേടിക്കാനായിട്ട് വിളിക്കുന്നത് കൊണ്ട് തന്നെ ഇവൾ അങ്ങോട്ടേക്ക് പോകുന്നു. അതിനുശേഷം ഇവിടെ ഇവര് രണ്ടുപേരും വീണ്ടും ആ ഒരു സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോ ഷിയോ യുവിനോട് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവന് ഒരു ലോഡ് ഫിനാൻസിന്റെ ബുക്കും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോ യു അത് കണ്ട് ഇവളോട് ഇത് നിനക്ക് പറ്റിയ ബുക്സ് ഒന്നും അല്ല, ഞാൻ നിനക്ക് പറ്റിയത് വേറെ എടുത്തു തരാം, ഇതെല്ലാം നിനക്ക് പഠിക്കേണ്ടത് എന്ന് പറയുമ്പോ ഇവള് നിങ്ങൾക്ക് ഇത്ര ബുദ്ധിയില്ലേ, ഞാൻ ഗ്രാജുവേറ്റ് ആവാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോവാണ്, ഒരു പ്രൊഫസർ ബോയ് ഫ്രണ്ട് എന്ന രീതിയിൽ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യോ എന്ന് ചോദിക്കുമ്പോ ഇവന് ഒരുപാട് സന്തോഷാവുന്നു. അവള് ലൈഫിൽ പുതിയൊരു അച്ചീവ്മെന്റ് നേടാനായിട്ട് പോവുകയാണല്ലോ. എന്നിട്ട് ഷിയോ ഇവനോട് ഞാൻ നിങ്ങൾക്ക് ഒരു വലിയ ഗിഫ്റ്റ് തന്നതുപോലെ ഇനി നിങ്ങൾ എന്താ എനിക്ക് തരാൻ പോകുന്നത് എന്ന് ഇവളിങ്ങനെ വെറുതെ ചോദിക്കുമ്പോ ഇവൻ ഓൾറെഡി തന്നെ ഇവൾക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് കരുതിയിട്ടുണ്ടായിരുന്നു. അതൊരു മാലയാണ്. ഇവൾക്കും ഒരുപാട് സന്തോഷമാകുന്നു. യു തന്നെ ഇവൾക്ക് അത് ഇട്ടു കൊടുക്കുന്നു. അതിനുശേഷം ഇവര് കിസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഷോയിയെ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് ഇവളുടെ ബ്ലഡിൽ കുറച്ച് കൗണ്ട് കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ മെഡിസിൻ തരാം, പനി കുറവില്ലെങ്കിൽ നാളെ രാവിലെ വന്ന് എന്തായാലും ട്രിപ്പ് ഇടണം എന്ന് പറഞ്ഞിട്ട് ഇവളെ വിടുന്നു. അങ്ങനെ ഇവളെ പുറത്തു വരുമ്പോ അവിടെ ഷിയാനെ കാണുന്നില്ല. സോ ഇവള് വിചാരിക്കുന്നത് അവൻ മടുത്ത് പോയിട്ടുണ്ടാവും എന്നാണ്. അതുകൊണ്ട് തന്നെ വളരെ ശോകത്തിൽ അവിടെ നിന്ന് ഇവളെ പോകാൻ തുടങ്ങുമ്പോഴേക്കും ഷിയാൻ ഇവൾക്ക് വേണ്ടി ചൂടുവെള്ളമൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ട് വരുന്നു. അവനത് എടുക്കാനായിട്ടാണ് അവിടെ നിന്ന് പോയത് ഇവൾക്ക് വേണ്ടി. അങ്ങനെ അതൊക്കെ കുറിച്ച് ഇവര് നടന്നു പോകുമ്പോൾ ഷിയാൻ നീ എന്താ ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇവളത് വീണ്ടും എന്താ എന്ന് ചോദിക്കുമ്പോ ഇവൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ആ ഒരു സംസാരം അവസാനിപ്പിച്ച് ഇപ്പൊ ഇവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നു. പക്ഷേ ഷൂയി വണ്ടിയിലിരുന്ന് ഉറങ്ങാണ്.
അപ്പോഴേക്കും ഇവനെ ഫിയോണ വിളിച്ചിട്ട് ഇവന്റെ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ പരിചയപ്പെടുത്തി തരാം, അത് കഴിഞ്ഞ് നമുക്കൊരു ഔട്ടിങ്ങിനൊക്കെ പോകാം, ഡിന്നർ കഴിക്കാൻ പോവാം, നാളെ ഫ്രീ ആണോ എന്ന് ചോദിക്കുമ്പോ ഇവൻ അതിനു വേണ്ടിയിട്ടാണോ നീ എന്നോട് ഫ്രീ ആണോ എന്ന് ചോദിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ഫോൺ വെക്കുന്നു. അവളുടെ ചാട്ടം എങ്ങോട്ടാണെന്ന് ഇവന് മനസ്സിലാവുന്നുണ്ട്. ആ ഒരു കമ്പനിയുടെ പേരും പറഞ്ഞ് ഇവനെ പല കാര്യങ്ങളിലോട്ടും വിളിച്ചോണ്ട് പോവാനാണ് അവൾ ഉദ്ദേശിക്കുന്നതെന്ന് ഇവന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവൻ ഫോൺ വെക്കുമ്പോൾ ഷൂയി അവര് സംസാരിച്ചതെല്ലാം തന്നെ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവൻ നീ എഴുന്നേറ്റോ എന്ന് ചോദിക്കുമ്പോ ഇവളും എഴുന്നേറ്റു എന്ന് പറഞ്ഞിട്ട് നാളെ നിങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഷിയാൻ ഓ നീ എല്ലാം കേട്ടോ എന്ന് ചോദിക്കുമ്പോ ഇവള് അതെ കേട്ടു എന്ന് പറഞ്ഞിട്ട് ഇവനത് ഇഷ്ടമായില്ല എന്ന് വിചാരിച്ചു ഇവള് പോകാൻ തുടങ്ങുമ്പോ ഷിയാൻ ഇവളുടെ കയ്യില് പിടിച്ചിട്ട് നീ എന്നെ പറഞ്ഞു വിടാനാണോ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവള് ഒരിക്കലും ഇല്ല, നിങ്ങള് പോവരുത് എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോ ഷിയാൻ നീ ഇത് എന്തർത്ഥത്തിലാണ് പറയുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോ ഇവളുടെ ജലസ് കൊണ്ടാണെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസണോ ഒന്നുമല്ല പറയുന്നത്. നാളെ ആരും പുറത്തിറങ്ങാൻ പാടില്ല, പുറത്തിറങ്ങിയാല് എന്തെങ്കിലും അപകടം സംഭവിക്കും, അതുകൊണ്ടാണ് എന്ന് പറയുമ്പോ ഇവളുടെ കൈ വിട്ടിട്ട് ഇവളോട് പോയി റെസ്റ്റ് എടുക്കാനായിട്ട് പറയുന്നു. ഇവള് ഇങ്ങനെ പറയാൻ പോകുന്നുള്ളതെന്ന് ഇവന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇവളെ കാറിൽ നിന്ന് ഇറക്കിയിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. അവൾ അങ്ങനെ പറഞ്ഞത് ഷിയാന് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിനുശേഷം നമ്മൾ പിറ്റേന്നാണ് കാണുന്നത് ഷോയ്ക്ക് ഇപ്പോഴും പനി കുറവില്ലാത്തത് കൊണ്ട് തന്നെ ഹോസ്പിറ്റലിലെത്തി ട്രിപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് ഇരിക്കുകയാണ്. അപ്പോ ഷിയു ഇവളെ വിളിച്ചിട്ട് ഞാൻ ഫുള്ള് റിക്കവർ ആയി ജോലിയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു എന്നാ പറയേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോ ഷോയി അതിന് നിന്റെ അങ്കിള് സമ്മതിച്ചോ എന്ന് ചോദിക്കുന്നു. അപ്പോ ഇവള് അങ്കിളിനോട് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല, പുള്ളി കുറച്ച് ബിസിയാണ്, ഞാൻ എന്തായാലും ഇന്ന് ഓഫീസിലേക്ക് വരുന്നുണ്ട്, നമുക്ക് അത് കഴിഞ്ഞ ഡിന്നറൊക്കെ കഴിക്കാൻ പോയാലോ എന്ന് ചോദിക്കുമ്പോ ഇവള് ഇല്ല ഞാൻ ഇന്ന് ലീവാണ്, എനിക്ക് തീരെ സുഖമില്ല, ഹോസ്പിറ്റലിലാണ്, ഇപ്പോ ട്രിപ്പ് ഇട്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോ ഇവള് കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഷോയി ഇല്ല, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നേഴ്സ് വരും എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു. എന്നാൽ ഷിയു ഉടനെ തന്നെ ഷിയാനോട് ചെന്ന് ഷോയ്ക്ക് തീരെ സുഖമില്ല, ട്രിപ്പ് ഇട്ടിരിക്കുകയാണ്, അവരൊറ്റയ്ക്ക, ഒരു സഹായത്തിന് പോലും ആരുമില്ല, നോക്കാനും ആരുമില്ല, എനിക്ക് തന്നെ സങ്കടാവുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ഇവൾക്ക് അവനെ അങ്ങോട്ട് പറഞ്ഞു വിടണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പറയുമ്പോ ഷിയാനും അവൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അത് നിർത്തിയിട്ട് ഉടനെ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ഇവൻ അറിഞ്ഞിട്ടില്ലല്ലോ പിറ്റേന്നും അവൾ ഹോസ്പിറ്റലിൽ പോയ കാര്യം. അതിനുശേഷം ഇപ്പോ ഇവൻ ഷൂയിയുടെ അടുത്തുണ്ട്. ഷൂയി ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോ ഷിയാൻ ഇവളുടെ മുന്നിലുണ്ട്. അപ്പോ ഇവനെ കണ്ട് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യാ, ഞാൻ പറഞ്ഞതല്ലേ പുറത്തിറങ്ങരുതെന്ന് എന്ന് ചോദിക്കുമ്പോ ഇവൻ എന്റെ മുന്നിലിരിക്കുന്നതാണ് എന്റെ ഏറ്റവും വലിയ ദുരന്തം, അതിൽ കൂടുതൽ എനിക്ക് എന്ത് സംഭവിക്കാനാ എന്ന് ചോദിക്കുമ്പോ ഇവൾക്ക് നല്ല വിഷമം വരുന്നു. സോ അവള് വീണ്ടും കരയാണ്. അപ്പോ ഇവളുടെ ട്രിപ്പൊക്കെ കഴിയുന്നത് കൊണ്ട് തന്നെ ഇവൻ നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇവൾക്ക് തീരെ നടക്കാൻ വയ്യ. അത് പറഞ്ഞിട്ട് ഇവള് സ്വയം തന്നെ എഴുന്നേൽക്കാനായിട്ട് നോക്കുന്നു, പക്ഷെ അവളെ കൊണ്ട് ആവുന്നില്ല. സോ ഷിയാൻ തന്നെ പിന്നെ ഇവളെ തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നു. ഇവളും അവനെ ടൈറ്റ് ചെയ്ത് പിടിക്കുമ്പോ ഷിയാൻ ഷങ്ഷൂയി നീ എന്താ വിചാരിക്കുന്നത്, നിന്റെ ട്രിക്കുകൾ എപ്പോഴും എന്റെ അടുത്ത് വർക്കാവും എന്നാണോ എന്ന് ചോദിക്കുമ്പോ ഇവള് നിങ്ങൾ എന്റെ ഫുൾ നെയിം വിളിക്കുന്നത് ഒന്ന് നിർത്തോ, എനിക്ക് പേടിയാവുന്നു എന്ന് പറയുമ്പോ ഷിയാൻ നീ വിഷയം മാറ്റരുത് എന്ന് പറയുന്നു. അപ്പൊ ഇവള് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, എനിക്ക് തീരെ നടക്കാൻ വയ്യ അതുകൊണ്ടാ എന്ന് പറയുമ്പോ ഇവളെ വിശ്വസിക്കുന്നില്ല. ഇല്ല നീ അഭിനയിക്കാണ് എന്ന് ഷിയാൻ പറയുമ്പോ ഇവള് ഞാൻ അതിന് നിങ്ങളെ എപ്പോഴും വഞ്ചിക്കൊന്നും ആയിരുന്നില്ല എന്ന് പറയുമ്പോ ഷിയാൻ അവിടെ സ്റ്റോപ്പ് ആവുന്നു. അപ്പോ ഷോയി വീണ്ടും നിങ്ങളെ കണ്ടുമുട്ടിയ സമയമൊക്കെ ഞാൻ അഭിനയിക്കുക തന്നെ ആയിരുന്നു, പക്ഷെ പോകെ പോകെ അതൊക്കെ എന്റെ ഹാബിറ്റ് ആയിട്ട് മാറി, എപ്പോ നിങ്ങളെ കണ്ടാലും എനിക്ക് അങ്ങനെയൊക്കെ തന്നെയാ പെരുമാറാൻ തോന്നിയത്, എല്ലാം ഫേക്ക് ആയിട്ട് തന്നെയാ തുടങ്ങിയത്, പക്ഷെ അതൊക്കെ എപ്പോഴാണ് റിയൽ ആയിട്ട് മാറിയതെന്ന് എനിക്ക് പോലും അറിയില്ല, അതിന്റെ സാഹചര്യമോ സമയമോ ഒന്നും അറിയില്ല, പിന്നെ ഞാൻ നിങ്ങളോട് റിയൽ ആയിട്ട് തന്നെയാ നിന്നത്, എനിക്ക് ഒരിക്കലും നിങ്ങളെ വിട്ടുകളയാൻ താല്പര്യമില്ലായിരുന്നു, ഒരു തെറ്റുപറ്റിപ്പോയി എന്ന കാര്യം എങ്ങനെ തുറന്നു പറയണോന്നും അറിയില്ലായിരുന്നു, അതിന്റെ ധൈര്യവും എനിക്കുണ്ടായിരുന്നില്ല, എനിക്ക് ശരിക്കും നിങ്ങളെ ഇഷ്ടമാണ്, ഞാൻ നിങ്ങളുമായിട്ട് ഒരു പെർഫെക്റ്റ് എൻഡിങ് ആണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയുമ്പോ ഇവൻ ഇത് തന്നെയാണല്ലോ ഇത്രയും നാള് ആഗ്രഹിച്ചത് കേൾക്കാൻ വേണ്ടി. പക്ഷെ ഇവൻ ആ ഒരു സന്തോഷമൊന്നും പുറത്ത് കാണിക്കുന്നില്ല. ഓ എന്ന് പറയുമ്പോ ഇവള് ഓയോ അതിനർത്ഥം എന്താ, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലേ, എന്തെങ്കിലും പറ എന്ന് പറയുമ്പോ ഷിയാൻ അത് നിന്റെ പെർഫോമൻസ് പോലെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. അതിനുശേഷം ഇവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുമ്പോ ഇവള് അല്ല ഞാൻ എന്റെ പെർഫോമൻസ് ഇനി എങ്ങനെയാ ബെസ്റ്റ് ആക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല, എന്തെങ്കിലും ക്ലൂ തരോ എന്ന് ചോദിക്കുമ്പോ ഇവൻ മറുപടി ഒന്നും പറയുന്നില്ല. സോ ഇവളും ദേഷ്യം വന്ന് പോകാൻ തുടങ്ങുമ്പോഴേക്കും ഇവളുടെ ഫോൺ അവിടെ മറന്നു വെച്ചിട്ടാണ് അവളെ പോകുന്നത്. ഷിയാൻ അത് വിളിച്ച് ഇവളെ കാണിക്കുമ്പോ ഇവളത് വാങ്ങാനായിട്ട് അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു, പക്ഷെ അവനത് അകത്തേക്ക് അപ്പോഴേക്ക് താഴെ ഇടുന്നു. അപ്പോ ഷോയി നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവൻ നീ എന്തെങ്കിലും മറന്നോ എന്ന് ചോദിക്കുന്നു. പക്ഷേ ഇവൾക്ക് ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. ഇവൻ വീണ്ടും ഓർത്തു നോക്ക് എന്ന് പറയുമ്പോ
അയ്യോ എന്നെ വീട്ടിൽ കൊണ്ടുവിട്ടതിന് ഞാൻ താങ്ക്സ് പറയാൻ മറന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അവൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചത്. എങ്കിലും ഇവളുടെ ഫോൺ എടുത്ത് കൊടുക്കുന്നു. അവൾ അതിൽ കൂടുതൽ ഒന്നും പറയാൻ പോകുന്നില്ലെന്ന് ഇവൻ അറിയാം. അപ്പോ ഷോയ്ക്കാണെങ്കിൽ പെട്ടെന്ന് ഷിയാനെ ഫസ്റ്റ് കണ്ട ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത്. എനിക്ക് വേറെ ബോയ് ഫ്രണ്ട് ഉണ്ട്, നിങ്ങൾ എന്റെ കാര്യത്തിൽ ഇടപെടണ്ട, നിങ്ങളുടെ കാര്യം നോക്കി പോകാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് ഇവനെ തെറി വിളിച്ചിരുന്നല്ലോ. ഇവനൊരു ലിഫ്റ്റ് കൊടുക്കാനായിട്ട് പോയപ്പോ സോ ആ ഒരു കാര്യം ഇവള് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്, പോകുന്നില്ല. അപ്പോ ഷിയാൻ നീ എന്താ ഈ സ്വപ്നം കാണുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവള് ഒന്നുമില്ല, നമ്മൾ ആദ്യം കണ്ട ആ ഒരു മൊമെന്റ് ആലോചിച്ചു പോയതാണ്. നിങ്ങൾ എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോ ഞാനൊന്ന് നിരസിച്ചില്ലേ, അത് വലിയൊരു ചാൻസ് മിസ് ചെയ്തത് എന്ന് പറയുമ്പോ ഇവൻ അതാണ് നമ്മുടെ ഫസ്റ്റ് മീറ്റിംഗ് എന്ന് നിന്നോട് ആരാ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ ഇവൾക്ക് വേറൊന്നും മനസ്സിലാവുന്നില്ല. ആ ഒരു കാര്യം തന്നെയാണ് ഓർമ്മയിലോട്ട് വരുന്നത്. അല്ല നമ്മള് അതിനു മുന്നേ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഷിയാൻ മറുപടി ഒന്നും പറയുന്നില്ല. നീ വീട്ടിൽ പോക്കോ എന്ന് പറഞ്ഞിട്ട് അവനത് പറയാതെ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അതിനുശേഷം ഇവള് ഇപ്പോ കുറച്ച് ഓക്കെ ആയിരിക്കാണ്. അങ്ങനെ ഷിയോ ഇവൾക്ക് മെസ്സേജ് അയച്ച് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോ ഇവളും കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആയി വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേകം താങ്ക്സ് തന്നെ ഇവൾക്ക് പറയുന്നുണ്ട്. കാരണം ഷിയു കാരണമാണ് ഷിയാൻ ഇവളുടെ അടുത്തേക്ക് വന്നത് എന്ന് ഷോയ്ക്ക് അറിയാലോ. അതുകൊണ്ട് അപ്പോഴാണ് ഇവൾക്ക് പെട്ടെന്ന് ഷിയാൻ തന്നോട് എന്തെങ്കിലും മറന്നോ എന്ന് ചോദിച്ച കാര്യം താൻ ഇനി അൺഫ്രണ്ട് ആക്കിയ കാര്യം ആയിരിക്കുമോ എന്ന് ഇവള് ചിന്തിക്കുന്നു. പക്ഷേ അതാവില്ല, പുള്ളി എന്തായാലും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിലല്ലേ അതിനെപ്പറ്റി അറിയൂ, അതിനെന്തായാലും ഒരു വഴിയില്ല എന്നാണ് ഇവളെ വിചാരിക്കുന്നത്. അവൻ ആ ഒരു കാര്യത്തെ പറ്റി തന്നെയാണ് ചോദിച്ചത്. ഇപ്പോ ഇവളുടെ കയ്യിൽ അവന്റെ ഐഡിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഷിയുനോട് ചോദിച്ച് ഇവള് അത് വാങ്ങുന്നു. എന്നിട്ട് വീണ്ടും ആഡ് ചെയ്തിട്ട് മെസ്സേജ് അയപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓരോ ഇമോജി ആയിട്ട് അയക്കാനായിട്ട് തുടങ്ങുന്നു. എന്നിട്ട് ഇവനോട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗേൾഫ്രണ്ടിനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഷിയാൻ വളരെ ക്വയറ്റ് ആയിരിക്കണം, സീരിയസ് ആയിരിക്കണം, നല്ല ഗൗരവമുള്ള പെൺകുട്ടി ആയിരിക്കണം എന്നൊക്കെ ഇവൾക്ക് ഇല്ലാത്ത ഗുണങ്ങളെ പറ്റിയാണ് അവൻ എല്ലാം പറയുന്നത്. അപ്പോ ഇവളും അത് മനസ്സിലാക്കി. എന്നാൽ ഒരു പെൺകുട്ടിയുണ്ട്, പേര് ഷെങ്ഷോയി, ജേർണലിസ്റ്റ് ആണ്, വളരെ ക്വയറ്റും സീരിയസുമായിട്ടുള്ള ഒരു ലേഡിയാ. അവളുടെ എഴുത്ത് വളരെ ഗൗരവമുള്ളത് തന്നെയാ, നിങ്ങളുടെ ടൈപ്പിന് പറ്റിയതാണെന്നാ എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോ ഇവനത് കേട്ട് ചിരി വരുന്നു. എന്നിട്ട് അങ്ങനെയൊക്കെ ആണോ എന്ന് ചോദിച്ചിട്ട് ഇവളുടെ പഴയ ചാറ്റ് ഹിസ്റ്ററി സ്ക്രീൻഷോട്ട് ഇവൾക്ക് സെൻഡ് ചെയ്യുന്നു. ഇവള് ആദ്യമൊക്കെ പല പൊട്ടത്തരങ്ങളും അതേപോലെ തന്നെ പഞ്ചാര വർത്തമാനങ്ങളൊക്കെ ഇവനോട് പറഞ്ഞിരുന്നതാണല്ലോ. വാ അടച്ചു വെക്കാത്ത ഒരാളായിരുന്നു. സോ ഇവള് അതൊക്കെ കണ്ട് അത് താൻ തന്നെയാണോ അയച്ചത് എന്ന് ഇവള് അന്ന് വിട്ടു പോവുകയാണ്. അവൾക്ക് ഭയങ്കര നാണക്കേടാവുന്നു. ഇവരുടെ ആ ഒരു ഡിസ്റ്റൻസ് ഇപ്പൊ ഏതാണ്ട് മാറി വന്നോണ്ടിരിക്കുകയാണ്. ഒരു സ്റ്റാർട്ടപ്പിന്റെ ഇഷ്യൂ മാത്രമേ അവിടെ ഉണ്ടായിരുന്നല്ലോ, അവർ തമ്മിലുള്ള സ്നേഹവും കാര്യങ്ങളൊന്നും അവസാനിച്ചിട്ടില്ലായിരുന്നല്ലോ. സോ അവരിപ്പോ ഏതാണ്ട് പഴയ പോലെ തന്നെ ആയി വരികയാണ്. അതിനുശേഷം ഇവിടെ ഈ അങ്കിളുമാര് ഷിയാൻ ലയാൻ കമ്പനിന്ന് ഇൻവെസ്റ്റ് പിൻവലിക്കാൻ പറഞ്ഞിട്ട് പ്രഷർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഓൾറെഡി തന്നെ ഇവർക്ക് ഉള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കുറഞ്ഞല്ലോ. ഇനിയും നമ്മൾ ആ ഒരു കമ്പനിയെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പിച്ചക്കാരാവേണ്ടി വരും, അതിന്ന് ഇനി ഒരു ലാഭവും പ്രതീക്ഷിക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ ഷിയാൻ അതിന് സമ്മതിക്കുന്നില്ല. നമ്മൾ ആ ഒരു കമ്പനിയെ ചേർത്ത് പിടിക്കേണ്ട സമയമാണിപ്പോ, അല്ലാതെ ഒരു പ്രശ്നം വരുമ്പോ അത് വിട്ടിട്ട് ഓടുകയല്ല ചെയ്യേണ്ടത്. ഇതിന്റെ പേരിൽ നിങ്ങൾക്ക് എന്ത് നഷ്ടം വരികയാണെങ്കിലും അത് ഞാൻ തന്നെ തന്നോളാം എന്ന് ഷിയാൻ പറയുന്നു. മാത്രമല്ല ആ ഒരു കമ്പനിയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പരിഹരിച്ചോളാം എന്നും പറയുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഷോയും ജോലിക്ക് തിരിച്ചു കയറിയിരിക്കുകയാണ്. അങ്ങനെ അന്ന് അവള് ജോലി കഴിഞ്ഞ് തിരിച്ചു പോകാൻ തുടങ്ങുമ്പോഴേക്കും യാങ് ഇവൾക്ക് വേണ്ടി പതിവ് പോലെ വെയിറ്റ് ചെയ്യാണ്. സോ ഇവള് ഇവനെ കണ്ട് അങ്ങോട്ടേക്ക് ചെന്ന് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുമ്പോൾ ഇവനും വളരെ സന്തോഷത്തില് അത് കേൾക്കാൻ വേണ്ടി ഇവളെ ഒരു റെസ്റ്റോറന്റിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. പക്ഷെ ഇവൻ ഇവളെ തന്നെ നോക്കിയിരിക്കുകയാണ്, ഒന്നും കഴിക്കുന്നില്ല. എന്നിട്ട് ഇവളോട് നീ നേരത്തെ കാലം ഇപ്പൊ വളരെ സുന്ദരിയായിട്ടുണ്ട്, നിന്റെ ആ ഒരു ഗ്ലൂമി ലുക്കൊക്കെ പോയി ഒരു മഴ പെയ്ത് തോന്നുന്ന പോലെയുണ്ട്, അതിന് കാരണം ഷിയാനാണോ എന്ന് ചോദിക്കുമ്പോ ഷൂയും അതെ ഞങ്ങൾ വീണ്ടും ഒരുമിച്ചോ എന്ന് പറയുമ്പോ ഇവനത് കേട്ട് ഒന്ന് ഞെട്ടുന്നു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ഷിയാനെ പോലെ ഒരാള്, അതും സക്സസ്ഫുൾ കരിയർ ഉള്ള ഒരാള്, വളരെ കാമായിട്ടുള്ള എന്നാൽ സീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തി എങ്ങനെ ഇത്രയും പെട്ടെന്ന് ക്ഷമിച്ചത്, ഷിയാനെ പോലെ ഒരു പുരുഷന് എങ്ങനെ അതിന് സാധിച്ചു എന്നൊക്കെ ഇവൻ ചോദിക്കുമ്പോഴാണ് ഷൂയിയും അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അവന് വേണമായിരുന്നെങ്കിൽ ഇവളോട് ഒരിക്കലും ക്ഷമിക്കാതെ മുന്നോട്ട് പോവാമായിരുന്നു. പക്ഷെ അവൻ തന്നോട് പെട്ടെന്ന് ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവളെ അവൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് എന്ന് ഇവൾക്ക് മനസ്സിലാവുന്നു. പക്ഷെ യാങ് അത് കേട്ടിട്ടും പിന്മാറാൻ തയ്യാറല്ല. ഞാൻ എന്തായാലും ബിസിനസ്സിലായാലും പ്രണയത്തിലായാലും ഷിയാനെ തോൽപ്പിച്ചിരിക്കും എന്ന് പറയുമ്പോൾ ഷോയി ഞാൻ നിന്നോട് ഇന്ന് പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാല് ഞാനും ഷിയാനും ഒരുമിച്ചാലും ഇല്ലെങ്കിലും നമ്മള് തമ്മില് ഒരു ചാൻസിനും സാധ്യതയില്ല. അതിന് നീ ഇതിന്ന് പിന്മാറിയില്ലെങ്കിലും എന്റെ തീരുമാനത്തില് ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. ഒരിക്കലും ഒരാള് നല്ല വ്യക്തി ആയതുകൊണ്ട് അയാളെ ഇഷ്ടപ്പെടണമെന്നില്ല, അതേപോലെ തന്നെ പ്രണയം കമ്പയർ ചെയ്യാൻ പറ്റുന്നതുമല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും യാങ് അത് നിന്റെ തീരുമാനം, എന്തായാലും വല്ലപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ ഡിന്നർ കഴിക്കണം, എന്റെ ഇഷ്ടം ഞാൻ നിന്നെ അറിയിച്ചുകൊണ്ടേയിരിക്കാം എന്ന് പറയുമ്പോ ഷൂയി അത് ശരിയാവില്ല,
എന്റെ ബോയ് ഫ്രണ്ട് ചിലപ്പോ തെറ്റിദ്ധരിക്കും എന്ന് പറയുമ്പോൾ ഇവനത് ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ഇപ്പോ ഷിനിനെ ആണെങ്കിൽ അവനിപ്പോ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ സിഇഒ ഇവനെ നല്ല രീതിയിൽ തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവൻ നേരെ ചൊവ്വെ ഒരു കാര്യവും ചെയ്യുന്നില്ല. ഇവന് പണ്ടേ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഇഷ്ടമല്ലാത്ത കാര്യമാണല്ലോ. പെട്ടെന്നൊരു സക്സസ്ഫുൾ കരിയർ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ലേ. അതുകൊണ്ട് തന്നെ ഇവനെ കുറിച്ച് ക്ലയന്റ്സ് എല്ലാം തന്നെ ഇയാളോട് വന്ന് കംപ്ലൈന്റ് പറയുന്നു. സോ തൽക്കാലം ഇവന് ഇപ്പോഴത്തേക്ക് ഒരു വാർണിംഗ് കൊടുത്ത് അയാളെ വിടുന്നു. എന്നാൽ അപ്പോഴേക്കും ഇവനെ ലക്ഷ്യം വിളിച്ചിട്ട് ഞാൻ നിനക്ക് വേണ്ടി ഇവിടെ HR പറഞ്ഞ് ഒരു പോസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്, ഇന്റർവ്യൂവിനായിട്ട് അവര് നിന്നെ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യും എന്ന് പറയുമ്പോൾ ഇവനത് കേട്ട് ഒരുപാട് സന്തോഷവുമാണ്. അവള് നിൽക്കുന്നത് ഷിയാന്റെ കമ്പനിയിലാണല്ലോ. ഇവന്റെ ലക്ഷ്യവും ആ ഒരു കമ്പനിയിൽ കയറി പറ്റുക എന്നത് തന്നെ ആയിരുന്നല്ലോ. ഇപ്പോ ആ ഒരു ചാൻസ് ലക്ഷി ഒപ്പിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ ഇവന് വളരെ ഹാപ്പി ആവുകയാണ്. അവളോട് വളരെയധികം താങ്ക്സ് പറയുന്നു. അപ്പോ ഇവിടെ ഗുവാനോട് ഇവന്റെ ഫാദർ ഇവന്റെ റിലേഷൻഷിപ്പിനെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ ഇവൻ മുന്നേ ഒരു സീരിയസ് റിലേഷൻഷിപ്പിൽ ആയിട്ടുള്ള വ്യക്തി ആയിരുന്നില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ അതിനെ പറ്റി ചോദിക്കുമ്പോൾ ഗുവാൻ ഞാൻ അവളോടൊപ്പം വളരെ ഹാപ്പിയാണ്. അതുപോലെ തന്നെ എന്റെ ഇത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ഒന്നുമല്ല. ഞാൻ എന്തായാലും ആ ഒരു പ്രണയത്തിന് വേണ്ടി എന്റെ ലൈഫ് മാറ്റിവെച്ച് കഴിഞ്ഞു. ഞാൻ വളരെ സീരിയസ് ആയിട്ടും ആത്മാർത്ഥമായിട്ടും ആലോചിച്ചിട്ട് തന്നെയാണ് ആ ഒരു തീരുമാനം എടുത്തത് എന്ന് പറഞ്ഞിട്ട് അല്ല അച്ഛൻ്റെത് എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം ഒരു വലിയ മുൻകൈ എടുത്തിട്ടില്ലല്ലോ ഇവരുടെ റിലേഷൻഷിപ്പിനായിട്ട്. ഇദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ പോലും അവർക്ക് പല കാര്യങ്ങളിലും പേടിയാണ്. അവള് എന്റെ ഫാമിലി മെമ്പേഴ്സിന്റെ മുന്നിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ മുന്നിലോ അങ്ങനെ ഒരു കാര്യത്തിലും അവള് ഇടപെടാറില്ല, ആരുടെയും മുന്നിൽ വരാറില്ല. അന്ന് തന്നെ നീ കണ്ടില്ല എക്സ്ക്യൂസ് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയത്, അതുപോലെ തന്നെയാ എപ്പോഴും എന്ന് പറയുമ്പോൾ ഗുവാൻ പുള്ളിക്കാരി ആ ഒരു അകൽച്ച കാണിക്കുന്നത് ഞാൻ കാരണമാണോ, ഞാനൊന്ന് സംസാരിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം അതിന് സമ്മതിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും ചീഫ് ഇദ്ദേഹത്തെ വിളിച്ചിട്ട് അവരൊന്ന് വീണു എന്ന കാര്യം പറയുന്നു. അത് കേട്ട് പെട്ടെന്ന് തന്നെ ഇദ്ദേഹവും ഇവരുടെ അടുത്തേക്ക് വരുന്നു. തെന്നി വീണ് കാല് മടങ്ങിയതാണ്. ഇവർക്ക് ഫാമിലി എന്ന് പറയാനായിട്ട് ആരും തന്നെ ഇല്ല. സോ പെട്ടെന്ന് ഇദ്ദേഹം ഓടി എത്തിയത് കൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ഇദ്ദേഹം മരുന്നൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇവരോട് ഗുവാൻ നിന്നോട് ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു, നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോ ഇവര് അത്ര ഓക്കെ അല്ല. ഇവർക്ക് വീണ്ടും ടെൻഷൻ ആവുകയാണ്. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയുന്നു. പക്ഷെ അദ്ദേഹം അതിനെ എതിർത്തോ ദേഷ്യപ്പെട്ടോ ഒന്നും പറയുന്നില്ല. വളരെയധികം കെയറോട് കൂടിയാണ് ഇവരോട് പെരുമാറുന്നത്. സോ അതൊക്കെ കാണുമ്പോൾ ഇവർക്ക് നല്ല കുറ്റബോധം തോന്നുന്നുണ്ട്. എന്നാൽ അതിനുശേഷം പിറ്റേന്ന് ഷിയാൻ ഓഫീസിലേക്ക് വരുമ്പോൾ കാണുന്നത് ഷിൻ ഇവന്റെ ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നതാണ്. അവൻ ലക്ഷി പറഞ്ഞിട്ട് ആ ഒരു ഇന്റർവ്യൂവിനായിട്ട് എത്തിയതാണ്. അതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ബാക്കി എന്ത് സംഭവിച്ചെന്ന് അടുത്ത വീഡിയോയിലൂടെ അറിയാം.